Hi students, today we are going to discuss about the special type problems in class interval type. That is the first case is inclusive type. ഇതിൽ കണ്ടോ ക്ലാസ് ഇൻ്റർവൽ ആണെന്നുള്ളത് ഇൻ്റർവൽ അല്ലെങ്കിൽ ഒരു റേഞ്ച് വന്നപ്പോൾ ഇറ്റ്സ് ക്ലിയർ. പക്ഷേ നമ്മൾ ഇത്രയും ദിവസങ്ങളിൽ ചെയ്ത ക്ലാസ് ഇൻ്റർവൽ ടൈപ്പ് അല്ല, ഇറ്റ് ഇസ് നോട്ട് കണ്ടിന്യൂസ്. സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയായിരുന്നു, എവിടെ വെച്ചാണോ എൻഡ് ചെയ്യുന്നത് അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ അങ്ങനെയാണോ? ഇല്ല. അപ്പോൾ വാട്ട് യു ടു ഡു ഹിയർ ഇസ് 0 to 9 ക്ലാസ് ഇൻ്റർവൽ ആയിട്ട് എഴുതുമ്പോൾ 0 to 9, 10 to 19, 20 to 29, 30 to 39, 40 to 49 and 50 to 59 ഒരു കണ്ടിന്യൂസ് മോഡലാക്കി എഴുതാൻ പോവുകയാണ് നമ്മൾ. ഓക്കെ, ക്ലാസ് ഇൻ്റർവൽ കണ്ടിന്യൂസ്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആക്കാനായിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ യു മസ്റ്റ് സബ്ട്രാക്ട് 0.5 ഫ്രം ദ അപ്പർ ലിമിറ്റ് ആൻഡ് ആഡ് 0.5 ടു ദ ലോവർ ലിമിറ്റ്. അതായത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാത്തിൽ നിന്നും 0.5 കുറയ്ക്കുക, റൈറ്റ് സൈഡിലുള്ള വാല്യൂസിൽ നിന്നും 0.5 കൂട്ടുക. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇറ്റ് ഇസ് -0.5 to 9.5. ഇവിടെ ഞാൻ ആഡ് ചെയ്തു, ഇവിടെ ഞാൻ കുറച്ചു. 10 എന്ന് കുറയ്ക്കുമ്പോൾ ഇറ്റ് ഇസ് 9.5, ഇവിടെ കൂട്ടുമ്പോൾ 19.5. ഇറ്റ് ഇസ് ബിക്കം 19.5. 20 എന്ന് 0.5 കുറക്കുമ്പോൾ 19.5, 29ൻ്റെ കൂടെ കൂട്ടുമ്പോൾ 29.5. സെയിം വേ 29.5 to 39.5, 39.5 to 49.5. Finally 15.5 കുറയ്ക്കുമ്പോൾ 49.5 to 59.5. ഇത്രയും ചെയ്തു. ഇനി ഇതിൻ്റെ ഫ്രീക്വൻസി തന്നിരിക്കുന്ന അത് തന്നെ കോപ്പി ചെയ്യുക. അവിടെ ഒന്നും ഒരു വ്യത്യാസമില്ല. 20, 30, 25 and 5. ഇനി ഇത് എക്സ് വാല്യൂ എന്ന് ഞാൻ പറഞ്ഞു എന്തായിരുന്നു? ക്ലാസ് ഇൻ്റർവലിൻ്റെ മിഡിൽ വാല്യൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 9.5 നിന്ന് -0.5 ആഡ് ചെയ്യുമ്പോൾ എന്താ? 9 ഡിവൈഡഡ് ബൈ 2 ഇറ്റ് ഇസ് 4.5. 19.5ഉം 9.5ഉം എത്രയാണ് വരുന്നത്? ഇറ്റ് ഇസ് 29. 29 by 2 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് 14.5. അങ്ങനെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മിഡിൽ വാല്യൂ എഴുതാം. 24.5, 34.5, 44.5 ആൻഡ് ഫൈനലി 54.5. ഇനി എന്ത് വേണം? fx 8 into 4.5 multiply ചെയ്യുമ്പോൾ it is 36, 174, 490, then 1035, 112.5 and 272.5. ഇതിൻ്റെ സം എന്ന് പറയുന്നത് 3120. എഫ് ടോട്ടൽ ഇസ് 100. ഇനി എന്താ? എക്സ് ബാർ കാണാനുള്ള ഫോമുല അറിയാലോ, സിഗ്മ എഫ് എക്സ്. ഞാൻ ഡയറക്റ്റ് മെത്തേഡാണ് കേട്ടോ യൂസ് ചെയ്തത്. സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്, ദാറ്റ് ഇസ് 3120 ഡിവൈഡഡ് ബൈ 100. ഇറ്റ് ഇസ് ഈക്വൽ ടു 31.20. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ -0.5 റെഡ്യൂസ് ചെയ്തത് കാണിച്ചിട്ട് അവർ ഡയറക്റ്റ്ലി പ്രോബ്ലത്തിലേക്ക് കടന്നതാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യണം, കാരണം മീഡിയം മോഡിലും ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ദിസ് ഇസ് ദ ഫസ്റ്റ് സ്പെഷ്യൽ കേസ് ഇൻ ക്ലാസ് ഇൻ്റർവൽ ടൈപ്പ്. ഇനി അടുത്ത 2 ടൈപ്പും കൂടി എടുക്കാറുണ്ട്. ഓക്കെ, question, calculate arithmetic mean for the following data, value and frequency are being given. ഇത് കാഴ്ചയിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇതൊരു ഇൻ്റർവൽ ടൈപ്പായിട്ട് അവർ തന്നിട്ടില്ല. പക്ഷേ സ്റ്റിൽ ദിസ് ബിലോങ്സ് ടു ക്ലാസ് ഇൻ്റർവൽ ടൈപ്പ്. കാരണം whenever you see this term less than 10, 10ൽ താഴെ, 20ൽ താഴെ, 30ൽ താഴെ, അതല്ല ഇതിൻ്റെ അർത്ഥം. ചില കുട്ടികൾ ആ ഇൻ്റർവലിൻ്റെ ആ ഒരു നൊട്ടേഷൻ, അതായത് ഇപ്പോൾ 0 to 10 അങ്ങനെ തരാത്ത പക്ഷം ഇത് നേരെ ഡിസ്ക്രീറ്റ് സീരീസ്, അതായത് എഫ് എക്സാം എന്നുള്ള രീതിയിൽ എടുക്കുന്നു. അങ്ങനെ എടുക്കരുത്. ഇതിനെ നിങ്ങൾ വാട്ട് യു ടു ഡു ഇസ് അതിനെ ക്ലാസ് ഇൻ്റർവെല്ലാക്കി മാറ്റണം നിങ്ങൾ. അപ്പോൾ ലെസ് ദാൻ 10 എന്ന് പറഞ്ഞാൽ എന്താ? 0 to 10 ആണ്. പിന്നെ ലെസ് ദാൻ 20, അപ്പോൾ 10 വരെയുള്ളത് ഞാൻ ഇവിടെ എടുത്തു. ഇനി എന്താ? 10 to 20, 20 to 30, 30 to 40, അങ്ങനെയാക്കി എടുക്കാം. 40 to 50, 50 to 60, 60 to 70 ആൻഡ് ലെസ് ദാൻ 80. ഞാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ലെസ് ദാൻ 70, ലെസ് ദാൻ 80. അപ്പോൾ 70 to 80 വരെ ഉണ്ട്. ഓക്കെ, ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്രീക്വൻസി. ക്ലാസിൻ്റെ ലൈഫ് ഫ്രീക്വൻസി 10ൽ താഴെയുള്ളത് 4 പേര്, അതൊക്കെ കറക്റ്റ്. 20ൽ താഴെ 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20ൽ താഴെ എന്ന് പറഞ്ഞാൽ ഈ 10ഉം കൂടി അതിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് 10 വരെയുള്ളത് 4ആണെന്നറിയാം. ഇനി 10 മുതൽ 20 വരെ എന്ന് പറയുമ്പോൾ 10 വരെയുള്ളത് എടുക്കാതെ മാറ്റണം. അതായത് 16ൽ നിന്ന് ഈ 4 മൈനസ് ചെയ്യുക, 12. കാര്യം മനസ്സിലായി? അപ്പോൾ ഞാൻ ക്ലാസ്സിൽ വന്നിട്ട് ചോദിക്കുക ആർക്കൊക്കെ 20 മാർക്ക് താഴെ കിട്ടിയെന്ന് പറയുമ്പോൾ 10 വരെയുള്ള കുട്ടികൾ എഴുന്നേക്കും, 20 വരെയുള്ള കുട്ടികൾ എഴുന്നേക്കും. അങ്ങനെയല്ല വേണ്ടത്. എനിക്ക് 10ഉം 20ൻ്റെ ഇടയിലുള്ളത് മതി. അപ്പോൾ 10 വരെയുള്ളത് ഞാൻ റെഡ്യൂസ് ചെയ്യണം. അതാണ് 16 - 4, 12. അതേപോലെ തന്നെ 20 to 30. 20 to 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു 20 വരെയുള്ളത് മൈനസ് ചെയ്യുക. ദാറ്റ് മീൻസ് 40 - 16
കണ്ടോ 40 മൈനസ് 16 എന്ന് പറയുമ്പോൾ 24. 30 to 40 76 മൈനസ് 40 ഇറ്റ് ഇസ് 36. പിന്നെ 96 മൈനസ് 76 ഇറ്റ് ഇസ് 20. 112 minus 96 it is 16. Then 120 minus 112 it is 8. And finally 125 minus 120 it is 5. ഇങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൽ മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തരുത് കേട്ടോ. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് വെക്കരുത്. And when you add this frequency you must get the value as 125 which is the last value. ആ ലെസ് ദാൻ 80 to 125 അത് കിട്ടിയിരിക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ മിസ്റ്റേക്ക് വരുത്തരുത്. ഇത് തന്നെ അങ്ങനെ എടുക്കും കുട്ടികൾ, അങ്ങനെ എടുക്കരുത്. Now the x value, it's very easy. Middle value എടുക്കുക. 5, 15, 25, 35, 35, 55, 65, 75. Now fx. fx എന്തൊക്കെയാണ്? വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡീവിയേഷൻ വഴി ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇത് തന്നെ ചെയ്യാം. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, so here we got the total of fx as 4735 and f total is 125. What is the formula? X bar is equal to sigma fx by sigma f. That is 4735 divided by 125. The result is 37.88. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ they are did with shortcut method a plus sigma f dx by sigma f വെച്ചിട്ടാണ് ഇത് ഡീവിയേഷൻ എടുത്തിട്ടുള്ള രീതിയിലാണ്. ദർ ഓൾസോ they are getting the same answer. അപ്പോൾ ഇഷ്ടമുള്ള മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, ദെൻ വൺ മോർ കേസ് ഇസ് ദ മോർ ദാൻ കേസസ് കൂടി നോക്കിയിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നേരത്തെ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേസാണ്. ലെസ് ദാൻ ആണെങ്കിൽ ഇവിടെ എബവ് വന്നാൽ എന്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ദിസ് ഓൾസോ ബിലോങ്സ് ടു ക്ലാസ് ഇൻ്റർവൽ ടൈപ്പ്. ക്ലാസ് ഇൻ്റർവൽ ടൈപ്പ് മീൻസ് above values have been given here. So make it as a class interval type. 0നേക്കാളും മേലെ, above 10, above 20, above 30 ഈ മോഡലാണ്. So class interval as 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70 and above 70. Above 70 വരെ ഉണ്ട്. That means 70 to 80 വരെയുള്ള റേഞ്ച് ഉണ്ട്. Now the frequency, remember when you write the frequency above 0 it is 675. That is, suppose in my class if I ask you to stand up those who have secured above 0 in statistics എന്ന് പറഞ്ഞ് ചോദിക്കുവാണെങ്കിൽ 0ന് മേലെ കിട്ടുന്ന എല്ലാവരും എഴുന്നേക്കും അല്ലേ. 50 പേര് ഉണ്ടെങ്കിൽ 50 പേരും എഴുന്നേക്കും. എനിക്ക് അതല്ല വേണ്ടത്. I need the range from, അതാണ് ഈ 675 all together. 0ന് മേലെയുള്ളവരെല്ലാവരും അവിടം വരെ above 70 വരെ അവിടം വരെ ഉള്ളതാണ് 675. 0നേക്കാളും മുകളിലുള്ളവരെല്ലാവരും. I require the data within the range 0 to 10. 0 to 10 വരെയുള്ളത് മാത്രം മതി. സോ അബൌട്ട് 10 ഉള്ള വാല്യൂ ആയി ഇത് വേണ്ട, ഇതിൻ്റെ ഇപ്പുറത്തേക്കുള്ളത് മതി. ദാറ്റ് മീൻസ് വാട്ട് യു ഹാവ് ടു ഡു ഹിയർ, യു മസ്റ്റ് സബ്ട്രാക്ട് ദിസ് 675 and 625 and what is the result getting? It is 50. Now 10 to 20 എന്ന് പറയുമ്പോൾ above 625 ഇത്രയും വേണ്ട, 20യുടെ തൊട്ട് താഴെയുള്ളത് മാത്രം മതി. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുക. ദ റിസൾട്ട് ഇസ് 75. ദ സെയിം വേ 100 ഇങ്ങനെ കണ്ടോ. 550 minus 450, then 175, 125, 75, 50 കണ്ടോ. 75 minus 25 it is 50. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അതാ above 70 this you have to copy is as it is. 25 ആയിട്ട് തന്നെ കോപ്പി ചെയ്യുക, അവിടെ വേറെ സബ്ട്രാക്ഷൻ ഇല്ല. സോ ദ ലാസ്റ്റ് വാല്യൂ യു സിംപ്ലി കോപ്പി, അത്രേ ഉള്ളൂ. ഇനി ഇത് എക്സ് വാല്യൂസ് ഇറ്റ് ഇസ് 5, 15, 25, 35, 45, 55, 65 and 75. ഇനി എഫ് എക്സ് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡീവിയേഷൻസ് ഫോളോ ചെയ്യാം. നേരത്തെ ഒരു പ്രോബ്ലത്തിന് നമ്മൾ ഡീവിയേഷൻ ചെയ്തിട്ടില്ല, ഡീവിയേഷൻ വെച്ചിട്ട് ചെയ്യാം. ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എ. യു ക്യാൻ സിംപ്ലി അസ്യൂം 35 ആസ് ദ എ വാല്യൂ. മൈനസ് ചെയ്തേ ഡി എക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് മൈനസ് 30, minus 20, minus 10, 0, 10, 20, 30 and 40. Now f dx, the answer is minus 1000. Direct ആണെങ്കിൽ direct method ചെയ്യാം കേട്ടോ. 1500 again, minus 1000, 0, 1250, 1500, again 1500 and finally 1000. And the total of f dx is 1250. അതായത് പോസിറ്റീവ്സും നെഗറ്റീവ്സും സെപ്പറേറ്റ് ആഡ് ചെയ്ത് minus 0 ചെയ്യുക. So what is the formula for if you are doing the deviation method? The formula have become a change in formula. A plus sigma f dx by sigma f. What is your a value? It is 35
plus 1250 divided by F total. F total പ്രത്യേകം ശ്രദ്ധിക്കുക. F total is 675, which is your first value. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. എബോവിൽ ഇവിടുത്തെ ആദ്യത്തെ കിട്ടും, ലെസ് ദാനിൽ അവസാനത്തെ ആയിരിക്കും ടോട്ടൽ വാല്യൂ. By 675, so it is 35 plus, what is 1250 by 675? It is 1.85. So after adding, you will be getting the result as 36.85. And after the special case, you can expect this question class interval special case. Okay, thank you.